ഞാനിപ്പോൾ നിൽക്കുന്നത് കുറ്റ്യാടിപ്പുഴ ശക്തമായി ഒഴുകുന്ന ഒരു സ്ഥലത്താണ്. അതായത് മരുതോങ്കര പഞ്ചായത്തിലാണ്. ഈ മരുതോങ്കര പഞ്ചായത്തിലെ 13-ാം വാർഡിലാണ് ഇത്തരത്തിൽ വലിയ തോതിൽ മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്നത്. ഇന്നലെ മുറിച്ച തെങ്ങുകളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇന്നലെ അത്രയും ഭാഗം വലിയ രീതിയിൽ മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പുലർച്ചയോടുകൂടി ഇത്രയും ഭാഗം ഇടിഞ്ഞുപോയി. അങ്ങനെ ഓരോ ദിനം ചെല്ലും തോറും മീറ്ററുകൾ കണക്കിന് ഇവിടുത്തെ മണ്ണിങ്ങനെ പുഴ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനപ്പുറത്തെ ഒരു 10 മീറ്റർ മാറിക്കഴിഞ്ഞാൽ ജനവാസ മേഖലയാണ്. അതായത് വീടുകളുണ്ട്, നിരവധിയായിട്ടുള്ള വീടുകളുണ്ട്. ആ വീടുകളൊക്കെ വലിയ ഭീഷണി നേരിടുന്ന ഒരു ഘട്ടം കൂടിയാണ്. ഇത് 7 വർഷത്തോളമായി ഈ മേഖലയിൽ ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് പോകുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രസിഡൻറ്റും മെമ്പറും കൂടി വിളിച്ച പ്രകാരമാണ് ഞങ്ങളിവിടെ വന്ന് കുറച്ച് മരങ്ങളൊക്കെ മുറിച്ച് മാറ്റിയത്. മരങ്ങൾ മുറിച്ച് മാറ്റാനുള്ള കാരണം കനങ്ങൾ കുറക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ വന്ന് നോക്കുമ്പോൾ ആ മരങ്ങൾ മുറിച്ച സ്ഥലവും എല്ലാം പോയിട്ടാണുള്ളത്. അതും ഫലം കണ്ടില്ല, ആ ഒരു ഫലവും കണ്ടിട്ടില്ല. ഈ പുഴ തന്നെ നമുക്കറിയാം ഇന്നലെ മുതൽ ഇന്നും ഇടിഞ്ഞുകൊണ്ട് മഴ കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് നല്ല നടപടികളും ഉണ്ടായി. 38 ലക്ഷം രൂപ MLA ഫണ്ട് പാസ്സായിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് കാലാവധി ഫണ്ട് തിരിച്ചു കിട്ടാനുള്ള കാലാവധി എടുത്തു വരുന്നു. എന്നാലും ഇപ്പം ടെൻഡർ ആയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച തന്നെ കാസർഗോഡുള്ള ഒരാൾ വന്ന് ടെൻഡർ എടുത്തിട്ടുണ്ട്. വന്ന് നോക്കിപ്പോയിട്ട് ടെൻഡർ എടുത്തിട്ടുണ്ട്. ഇത്രയും പെട്ടെന്ന് മഴ പോയാൽ നമുക്ക് അതിനുള്ള സൗകര്യം ഏർപ്പാടാക്കി കൊടുത്തിട്ടുണ്ട്. ജനങ്ങൾ നാട്ടുകാരെല്ലാം കൂടിയിട്ട് ഏർപ്പാടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ മഴ പോയിട്ട് അവർ വന്നിട്ട് നമുക്കൊരു കമ്മിറ്റി കൂടിയിട്ട് തീരുമാനിക്കാം. മഴ പോയാൽ എത്രയും പെട്ടെന്ന് പണി തുടങ്ങാം. പുഴ സൈഡ് കെട്ടാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാലവർഷം കനത്തതോടുകൂടി നമുക്ക് ഈ സമയത്തൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ കാലവർഷം മാറിയതോടുകൂടി നമുക്ക് ഈ ഒരു പ്രവർത്തനം ആരംഭിക്കാം. ഇപ്പോൾ ഒരു 19 മീറ്ററോളം സ്ഥലം വെള്ളത്തിൽ ഇപ്പോൾ ഒഴുകിപ്പോയിരിക്കുകയാണ്. ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഇനി രേഖ മാത്രമേ കയ്യിലുള്ളൂ, ഇനി എന്ത് ചെയ്യും എന്നുള്ളതാണ്. എന്നാലും പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇടപെട്ടുകൊണ്ട് തന്നെയാണ് MLA ഫണ്ട് പാസ്സായത്. ഇവിടുത്തെ ഈ ഭൂമിയെല്ലാം പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്നൊരവസ്ഥയാണ്. ഇനി അവരുടെ കയ്യിലുള്ളത് ആധാരം മാത്രമാണ്. ഈ ആധാരം കൂടി ഈ പുഴയിലേക്ക് ഒഴുക്കേണ്ട ഒരു സാഹചര്യമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഈ താമസക്കാരായിട്ടുള്ള ആളുകൾക്ക്. അരുൺ കിഷോറിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.